യുദ്ധകാഹളം തന്നെ. ഇടതടവില്ലാതെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏറെ കലുഷിതമായി തുടരുന്നു. യുദ്ധം തുടർക്കഥയാകുന്ന ഈ സാഹചര്യത്തിൽ ഗാസയിൽ ഇസ്രായേലുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് മുൻകൈയെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഗാസയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതമാകുമോ, അതോ മറ്റെന്തെങ്കിലും പ്ലാനാണോ? എന്നാൽ യാതൊരുവിധ ഒത്തുതീർപ്പിനോ സന്ധി കരാറിനോ ഇസ്രായേൽ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ അടങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേലിന്റെ പ്രതികരണം എന്തായിരിക്കും? പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര അജിത് കുമാർ. 135 ദിവസം വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേലുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ച് ഹമാസ് എത്തിയപ്പോൾ 4.5 മാസം നീളുന്ന, അതായത് 135 ദിവസം നീളുന്ന വെടിനിർത്തലിനിടെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുമെന്നും പകരം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം ഉണ്ടായത്. മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും ഈജിപ്തും ഇസ്രായേൽ അംഗീകരിച്ച ഒരു നിർദ്ദേശം ഹമാസിന് സമർപ്പിച്ചിരുന്നു. ഈ നിർദ്ദേശത്തോടെയാണ് ഹമാസ് തങ്ങൾ രൂപീകരിച്ച പുതിയ പദ്ധതി അവതരിപ്പിച്ചതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. വെടിനിർത്തലിനായി US അടക്കം ഇടപെടൽ ശക്തമാക്കുകയും ചെയ്തു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തിയിട്ടുണ്ടെന്ന നിർദ്ദേശത്തോട് ഇസ്രായേൽ പ്രതികരിച്ചില്ല. ഭീകര സംഘടനയായ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയുറച്ചു പറയുകയാണ്. നിർദ്ദേശം ഇസ്രായേൽ പൂർണ്ണമായും അംഗീകരിക്കാനും ഇടയില്ല. ഇതുവരെ 27,500-ലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 135 ദിവസം 3 ഘട്ടം. ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് 3 ഘട്ടങ്ങളാണ്. ഓരോ ഘട്ടവും 45 ദിവസം വീതം നീളും. ഗാസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കും, പകരം ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനിയൻ തടവുകാരെയും മോചിപ്പിക്കണം. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എന്നിവരെ ഇരുകൂട്ടരും മോചിപ്പിക്കണം. ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും വേണം. രണ്ടാം ഘട്ടത്തിൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളുടെയും മോചനം. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസ വിടണം. മൂന്നാം ഘട്ടത്തിൽ മൃതദേഹങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കുകയും വേണം. ഇതാണ് ആവശ്യം. ഇതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങുകയും ചെയ്യും. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയിലുമെത്തണം. എന്നാൽ ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സൗദി എത്തിയിട്ടുണ്ട്. 1967-ലെ അതിർത്തി കരാർ പ്രകാരം സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യ. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്ന കിഴക്കൻ ജെറുസലേമിലെ പലസ്തീന്റെ തലസ്ഥാനമായി അംഗീകരിക്കണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശങ്ങൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് മേധാവികളുമായി നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചത്. 135 ദിവസം നീണ്ട 3 ഘട്ടമുള്ള വെടിനിർത്തൽ പദ്ധതിയായിരുന്നു ഹമാസിന്റേതെങ്കിൽ ഇത് നിരസിച്ചതോടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിന് കൂടിയാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടുകയല്ലാതെ മറ്റു വഴികളില്ല എന്നതാണ് നെതന്യാഹുവിന്റെ വാദം. ഖത്തറി, ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുഖേന ബുധനാഴ്ചയാണ് ഹമാസ് തങ്ങളുടെ 3 ഘട്ട പദ്ധതി മുന്നോട്ട് വെച്ചതെങ്കിൽ ഈ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 7-ന് പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ദികളെ 1500 പലസ്തീൻ തടവുകാർക്ക് പകരമായി കൈമാറ്റം ഉണ്ടാകണം. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം എന്നിങ്ങനെയുള്ള ഉപാധികളായിരുന്നു മുന്നോട്ട് വെച്ചത്. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വ്യക്തവും വിശ്വസനീയവുമായ സമയബന്ധിതമായ നടപടികൾ ഉറപ്പു നൽകുകയാണെന്ന് ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്നും സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് എതിരാണ് നെതന്യാഹു ഇപ്പോഴും. ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഏകദേശം 27,000-ലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്.